എങ്ങനെയെന്നാണ് കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദ, പിന്നെ 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ സോൾട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1/2 കപ്പ് വാം വാട്ടർ. നമ്മൾ ഈസ്റ്റും ഷുഗറും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഫെർമെൻറ്റ് ചെയ്തെടുത്തതാണ് ഇത്. നമുക്ക് മൈദയിലോട്ട് സോൾട്ട് ഇട്ട് ഇളക്കി അതിന് ശേഷം ഈസ്റ്റും ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് കുഴയ്ക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സോൾട്ട് ഇടുകയാണ്. സോൾട്ടിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത ഈസ്റ്റ് ഒഴിച്ച് കുഴക്കണം. വെള്ളം പോരെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുഴയ്ക്കാവുന്നതാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഒരുവിധം അയവിൽ വേണം പിസ്സയ്ക്ക് കുഴച്ച് വയ്ക്കാനായിട്ട്. അത് ടൈറ്റായിട്ടിരുന്നാൽ പിസ്സയ്ക്ക് മയം കിട്ടത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വെള്ളം ഒഴിച്ച് കുഴക്കും. വേണമെങ്കിൽ സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കുഴക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇടുക. നന്നായിട്ട് കുഴയ്ക്കണം. ഇനി നമുക്കത് ബോർഡിലോട്ടിട്ട് കുഴക്കാം. ഇങ്ങനെ നല്ല സ്ട്രെച്ച് ചെയ്ത് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഇതുപോലെ അയഞ്ഞിരിക്കണം, ഒരുപാട് ടൈറ്റ് ആകാതെ ഇങ്ങനെ അയഞ്ഞിരിക്കണം. ഇങ്ങനെ നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്ത് കുഴയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഓയിൽ പുരട്ടി, ബൗളിൽ ഓയിൽ പുരട്ടി ഒരു നനഞ്ഞ തുണി കൊണ്ട് ക്ലിങ് റാപ്പ് കൊണ്ട് മൂടി 1.5 മണിക്കൂർ വെക്കണം. നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല മയം വന്നിട്ടുണ്ട്. നമ്മളിതിങ്ങനെ വലിച്ച് നോക്കണം. അപ്പോൾ ഇലാസ്റ്റിക് വലിയുന്ന പോലെ ഇങ്ങനെ വലിഞ്ഞ് കിട്ടും. അത് ഇടയ്ക്ക് കീറിപ്പോകത്തില്ല വലിക്കുമ്പോൾ. അതാണ് അതിൻ്റെ പാകം. ഈ പാകത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മളിതൊന്നൊന്ന് ബോളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലും ബൗളിനകത്തും ഓയിൽ പുരട്ടണം. ഒലീവ് ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ പുരട്ടിയാൽ മതി. ബൗളിനകത്ത് ഞാൻ പുരട്ടുകയാണ്. ഇനി ഈ ഡോവിൻ്റെ മുകളിൽ കൂടെ പുരട്ടി നമ്മളത് ഒരു ക്ലിങ് റാപ്പ് വെച്ച് മൂടി, ഭയങ്കര ചൂടായതുകൊണ്ട് ഒരു നനഞ്ഞ ടവലും കൊണ്ടുകൂടെ മൂടി ഒരു 1.5 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഉണങ്ങി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഓയിൽ പുരട്ടുന്നത്. നമുക്കിതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് ക്ലിങ് റാപ്പ് കൊണ്ട് മൂടാം. ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ടും കൂടെ മൂടി ഒരു 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കെടുത്ത് പരത്തി ഫില്ലിങ്ങൊക്കെ വെക്കാം. ഒന്നര മണിക്കൂറിന് ശേഷം നമ്മുടെ പിസ്സ ഡോ ഡബിളായിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത്
ഇതിനകത്ത് എയറൊന്ന് പഞ്ച് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ ട്രേയ്ക്കകത്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ബോർഡിലിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് റോളാക്കി മുറിക്കാം. ഇനി നമുക്കിത് ഈക്വലായിട്ട് മുറിക്കാം. ഇനി നമുക്കിത് ഓരോന്നും ബോളാക്കി അകത്തോട്ട് ചക്ക് ചെയ്ത് ഉരുട്ടി ബോളാക്കി എടുത്ത് വെക്കാം. അതിനുശേഷം ഇത് കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും. കവർ ചെയ്യാൻ മറക്കരുത്. ക്ലിംഗ് റാപ്പ് കൊണ്ടോ വെറ്റ് ക്ലോത്ത് കൊണ്ടോ കവർ ചെയ്യാൻ മറക്കരുത്. പിസ്സയുടെ ബേസിൽ പുരട്ടാനായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 3 ടേബിൾ സ്പൂൺ പിസ്സ സോസുമാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പിസ്സയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ. പിസ്സ സോസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ഒരു പിസ്സയുടെ വീഡിയോ ചെയ്തിരുന്നു, അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതിൽ കയറി കണ്ടു നോക്കുക. അല്ലെങ്കിൽ പിസ്സ സോസ് നിങ്ങളുടെ കയ്യിൽ വാങ്ങിച്ചതുണ്ടെങ്കിൽ അതെടുത്താലും മതി. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പിസ്സ സോസും ടൊമാറ്റോ കെച്ചപ്പും നന്നായിട്ട് മിക്സ് ചെയ്യുക. ടൊമാറ്റോ കെച്ചപ്പും പിസ്സ സോസും കൂടെ മിക്സ് ചെയ്ത് നമ്മളിനി ഓരോ പിസ്സ ബേസിൻ്റെ മുകളിലേക്കും സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മുകളിൽ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞതാണ്, അത് സ്പ്രെഡ് ചെയ്യുക. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ സ്പ്രെഡ് ചെയ്യുക. ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും ഇട്ട് പറ്റിച്ചെടുത്ത ചിക്കനാണ്, അത് സ്പ്രെഡ് ചെയ്യുക. പിന്നെ കുറച്ച് സോസേജ്, നമുക്കിഷ്ടമുള്ള ഫില്ലിങ് വെക്കാം. മഷ്റൂംസോ നമുക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ഇടാവുന്നതാണ്. ഇനി കുറച്ച് ക്യാപ്സിക്കം, ഒലീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഒലീവ്സും ഒക്കെ നമുക്ക് ഇടാവുന്നതാണ്. ഇനി കുറച്ച് ടൊമാറ്റോ, അതും ചെറുതായി കഷ്ണമാക്കിയതാണ്, അത് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇനിയും കുറച്ച് ഒറിഗാനോ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ചീസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഈ സ്റ്റേജിൽ നമുക്ക് ബോളാക്കാതെ തന്നെ ബണ്ണാക്കാതെ ഇതുപോലെ മിനി പിസ്സ ആയിട്ട് വേണമെങ്കിൽ ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. സൈഡ് ഇങ്ങനെ ഞൊറിഞ്ഞ പോലെ ചുരുക്കിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ബോളാക്കി ബട്ടർ പേപ്പറിലോട്ട് വെക്കുക. ഇങ്ങനെ ബോളാക്കുന്നതിന് പകരം നേരെ വെച്ച് ബേക്ക് ചെയ്യാൻ നമുക്ക് മിനി പിസ്സ പോലെ എടുക്കാവുന്നതാണ്. ഒരെണ്ണം കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാണിക്കാം. നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നും കൂടെ കാണിക്കാം. ടൊമാറ്റോ കെച്ചപ്പും പിസ്സ സോസും കൂടെ മിക്സ് ചെയ്തത് സ്പ്രെഡ് ചെയ്യുക.
അതിന് മുകളിൽ സവാള ചെറുതായി അരിഞ്ഞത് സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിൽ ചിക്കൻ, അതിന് മുകളിൽ സോസേജ്, അതിന് മുകളിൽ ക്യാപ്സിക്കം, ടൊമാറ്റോസ്, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഇടുക. അതിൻ്റെ മുകളിൽ നന്നായിട്ട് ചീസ് ഇടുക. വേണമെങ്കിൽ സ്വല്പം റിഫൈൻഡ് ഓയിൽ ഇതിന് മുകളിൽ ഒരു 1/2 ടീസ്പൂൺ ഒഴിക്കാവുന്നതാണ്. ഒഴിച്ചിട്ട് നമ്മൾ ഞുറിഞ്ഞെടുത്താൽ ബോളാക്കിയാൽ മതി. ഇങ്ങനെ നമ്മൾ എല്ലാം ബോളാക്കി കവർ ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ഓവന് 220 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് എഗ് വാഷ് പുരട്ടാം. എഗ് വാഷിന് ഒരു മുട്ടയടിച്ച് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. അതിനും പരത്തിയതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. എഗ് വാഷ് പുരട്ടിക്കഴിഞ്ഞ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ 220 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മുതൽ 12 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മോൾ ഭാഗം ചുമക്കുന്നത് നോക്കി ബേക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. അതിനുശേഷം ബേക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം. പിസ്സ ബണ്ണെല്ലാം ബേക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലോ പിസ്സ. അപ്പോൾ അത് പിസ്സ പോലെ തന്നെയാണ് ഈ ബണ്ണും. ഇത് എല്ലാ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. എന്നാലേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.